സംസ്ഥാനത്ത് 2 ദിവസം കൂടി മഴയ്ക്ക് സാധ്യത. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കുന്നത്. അതേസമയം ബംഗാൾ ഉൾക്കടലിൽ തീവ്ര ന്യൂനമർദ്ദം ശക്തി പ്രാപിച്ച മോൺത ചുഴലിക്കാറ്റായി വൈകുന്നേരത്തോടെ കര തൊടും. ശ്രീനന്ദ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ശ്രീനന്ദ, സംസ്ഥാനത്ത് 2 ദിവസം കൂടി മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം ബംഗാൾ ഉൾക്കടലിലെ തീവ്ര ന്യൂനമർദ്ദം ചുഴലിക്കാറ്റായി രൂപാന്തരം പ്രാപിച്ച് വൈകുന്നേരത്തോടെ കര തൊടുമെന്നുമാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിന്റെ പ്രഭാവം എത്ര ദിവസമായിരിക്കും നിൽക്കുക? കൂടുതൽ വിവരങ്ങൾ. രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെ 2 ദിവസം കൂടി മഴ ശക്തമായി തന്നെ സംസ്ഥാനത്തുടനീളം ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഇന്ന് ഇതൊരു ചുഴലിക്കാറ്റായി മാറാനാണ് സാധ്യത. ഇത് ചുഴലിക്കാറ്റിന് ഒരു പേര് നൽകിയിട്ടുണ്ട്, മോൺത എന്നാണ് ആ പേര് അറിയപ്പെടുന്നത്. ഇത് തായ്ലാന്റുകാർ നിർദ്ദേശിച്ച ഒരു പേരാണ്. ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് മണമുള്ള പൂവെന്നാണ്. ഇതെന്തായാലും ഈ ചുഴലിക്കാറ്റ് വടക്കോട്ടാണ് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒഡീഷ ആന്ധ്ര തീരത്തെ കരയായിരിക്കും ഈ ചുഴലിക്കാറ്റ് വൈകുന്നേരത്തോടു കൂടി തൊടാൻ സാധ്യത. അതുകൊണ്ട് തന്നെ അതിന്റെ പ്രഭാവത്താൽ നമ്മുടെ കേരളത്തിലെ ഇത് ഒട്ടുമിക്ക ജില്ലകളിലും ശക്തമായ മഴ തന്നെയായിരിക്കും തുടർന്ന മണിക്കൂറുകളിലും ദിവസങ്ങളിലും ഉണ്ടാകാൻ പോകുന്ന എന്നൊരു മുന്നറിയിപ്പാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നത്. എന്തായാലും ബംഗാൾ ഉൾക്കടലിൽ ഇപ്പോൾ ഒരു തീവ്ര ന്യൂനമർദ്ദം ശക്തി പ്രാപിക്കുന്നതോടു കൂടിയായിരിക്കും ഈ ഒരു ചുഴലിക്കാറ്റ് ഒഡീഷ ആന്ധ്ര തീരത്തേക്ക് അടുക്കുക. അതിന്റെ പ്രഭാവത്താൽ മാത്രമായിരിക്കും കേരള തീരത്ത് ഇനിയുള്ള 2 ദിവസം അതിശക്തമായ മഴ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക. ഇന്നിപ്പോൾ 6 ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് നൽകിയിട്ടുള്ളത്. മറ്റ് പ്രത്യേക അലേർട്ടുകളൊന്നും തന്നെ ഈ ഒരു മണിക്കൂറിൽ നൽകിയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ശരി, ശ്രീനന്ദയാണ് വിവരങ്ങൾ നൽകിയത്.